ഉണ്ണി ഞാനും കൂടി ഇന്ന് മാല വരെ പോവാണ് കേട്ടോ. പതിവിലും കൂടുതൽ ഇന്ന് സിറഫാണ്. എന്നിരുന്നാലും ഈ യാത്ര ഞങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് പോകുന്നത് ഇമിഗ്രേഷൻ ഓഫീസിലോട്ടാണ്. സാധാരണ MTCCയിലല്ലേ പോകുന്നത്. ഇന്ന് ഈ ഒരു ഫെറിയിലാണ് നമ്മളുടെ യാത്ര. കാരണം 8:45 നമുക്ക് മാലയിൽ എത്തേണ്ടത്. പിന്നെ MTCC ഫെറീനെ എപ്പോഴും നമുക്ക് ട്രസ്റ്റ് ചെയ്യാനും വേണ്ടി പറ്റില്ല. ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല. എന്ത് പറയുമെന്നറിയില്ല. എന്നാലും പരാതിയോ പരിഭവമൊന്നും ഇല്ലാതെ ബാലൻസ് എനിക്ക് മടക്കി തന്നു കേട്ടോ. 20 റുപ്പിയാണ് ഇവിടെ ഒരാൾക്ക് ചാർജ് ആവുന്നത്. മുൻപ് 500 കൊടുത്തപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ്റെ ബിൽഡിങ്ങിലേക്ക് എത്തി. ഇനി 8ാമത്തെ നിലയിലാണ് ഇമിഗ്രേഷൻ ഓഫീസ് വരുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ണിയുടെ വിസ കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് കുൽദുബുഷിയിലായിരുന്നു ഇമിഗ്രേഷൻ ഓഫീസ് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ പോയിട്ടില്ല. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആൻക്യൂ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ലൊക്കേഷൻ ബേസ്ഡ് ആണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. ആൻക്യൂ ഓപ്പൺ ചെയ്ത് അതിൽ ഇമിഗ്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വിസ സർവീസ് എടുക്കുമ്പോൾ തന്നെ പെർമിറ്റ് കാണിക്കും. പെർമിറ്റ് വിസ പാസ്പോർട്ട് സബ്മിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുമ്പോൾ നമുക്ക് ടോക്കൺ കിട്ടും കേട്ടോ. ഉണ്ണിക്ക് കിട്ടിയ ഡിപ്പെൻഡൻറ്റ് വിസ 1 ഇയർ ആയിരുന്നു എൻ്റെ വാലിഡിറ്റി. അത് തീരാനായിട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യാൻ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. IM-23 ഫോം ഡൗൺലോഡ് ചെയ്യുക, അത് ഫില്ല് ചെയ്ത് സ്കൂളിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ മെഡിക്കലും ഇൻഷുറൻസും എടുത്ത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഒരു സ്കൂൾ ലെറ്ററും ഇവിടെ പഠിക്കുന്നു എന്നതിൻ്റെ പ്രൂഫായിട്ട്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. പിന്നീട് ഇതൊക്കെ മിനിസ്ട്രിയുടെ അപ്രൂവലൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഇമുഗയിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ടോക്കൻ്റെ കാര്യങ്ങൾ ഫോണിലും അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഉണ്ണി രാവിലെ വരുമ്പോൾ നന്നായിട്ട് ഛർദ്ദിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സിറഫായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു കേട്ടോ. ഇത് അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് എത്രാമത്തെ ടോക്കനാണെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.